UDF മന്ത്രിസഭയിൽ മുസ്ലിം ലീഗ് ചോദിക്കാതെ തന്നെ അർഹമായ പ്രാതിനിധ്യം ലഭിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ UDFൽ തിളങ്ങുന്ന നേട്ടമാണ് മുസ്ലിം ലീഗ് സ്വന്തമാക്കിയത്. മത്സരിച്ച 27 സീറ്റുകളിൽ 22 സീറ്റുകളിലും ലീഗ് വിജയിച്ചു. സംസ്ഥാനത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ ഒറ്റകക്ഷിയായി ലീഗ് തന്നെയാണ്. ഇപ്പോഴിതാ മുസ്ലിം ലീഗിനെ മനസ്സിലാക്കാനും പാർട്ടിയുടെ ആവശ്യങ്ങൾ ഉൾക്കൊള്ളാനും UDF നേതൃത്വത്തിന് എല്ലായ്പ്പോഴും സാധിച്ചിട്ടുണ്ടെന്നാണ് പറയുകയാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. വരാനിരിക്കുന്ന UDF മന്ത്രിസഭയിൽ മുസ്ലിം ലീഗ് ചോദിക്കാതെ തന്നെ അർഹമായ പ്രാതിനിധ്യം ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതുവരെ പാർട്ടി ഒന്നും ചോദിച്ചു വാങ്ങിയിട്ടില്ല. ലീഗിന് അർഹമായത് അനുവദിച്ചു തരാൻ മുന്നണി നേതൃത്വം എപ്പോഴും തയ്യാറായിട്ടുണ്ട്. കൂത്തുപറമ്പ്, കണ്ണൂർ തുടങ്ങിയ മണ്ഡലങ്ങളിൽ നേരിയ വ്യത്യാസത്തിലാണ് പരാജയപ്പെട്ടത്. UDF ലഭിച്ച 102 സീറ്റുകൾ ജനങ്ങൾക്ക് മുന്നണിയിലുള്ള വിശ്വാസത്തെയാണ് സൂചിപ്പിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ മുഴുവൻ സീറ്റുകളും നേടാൻ സാധിച്ചതും PK കുഞ്ഞാലിക്കുട്ടി സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടിയതും ലീഗിന്റെ കരുത്ത് തെളിയിക്കുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. CPM നയിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി ഇനി ഒരിക്കലും തിരിച്ചു വരാനാവാത്ത വിധത്തിലുള്ള പരാജയത്തിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ ഭരണവിരുദ്ധ വികാരം തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രകടമാണ്. ജനകീയ പ്രശ്നങ്ങളിൽ കൃത്യമായ ഇടപെടാതിരുന്നതാണ് ഈ പതനത്തിന് പ്രധാന കാരണം. ബംഗാളിലെയും ത്രിപുരയിലെയും അവസ്ഥയിലേക്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം ഓർപ്പിച്ചു. വെള്ളാപ്പള്ളി നടേശനെ പോലുള്ളവർ ഉന്നയിച്ച വർഗീയ ആരോപണങ്ങൾക്കുള്ള കനത്ത മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് തങ്ങൾ വ്യക്തമാക്കി. കേരളത്തിലെ മതേതര സ്വഭാവം തകർക്കാൻ ശ്രമിച്ചവർക്കുള്ള ജനകീയ പ്രതികരണമാണിത്. യുവാക്കളെയും സ്ത്രീകളെയും മുൻനിർത്തിയുള്ള ലീഗിന്റെ പ്രവർത്തനങ്ങൾ ഫലം കണ്ടിട്ടുണ്ടെന്നും വരും കാലങ്ങളിൽ പുതിയ ഊർജ്ജത്തോടെ UDF സർക്കാർ കേരളത്തിൽ വികസനത്തിനായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. അതേസമയം കേരളത്തിന് പുറമെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ DMK മുന്നണിയിൽ കോണി ചിഹ്നത്തിൽ മത്സരിച്ച 2 മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളും വിജയിച്ചിട്ടുണ്ട്. വാണിയമ്പാടിയിൽ SSB സെയ്ദ് ഫറൂഖും പാപനാശത്ത് AM ഷാജഹാനുമാണ് വിജയിച്ചത്.